ഉസിലമ്പട്ടി കീഴടങ്ങട്ടെ, ചിന്നമണ്ണൂർ കീഴടങ്ങട്ടെ, ഉത്തപുരം കീഴടങ്ങട്ടെ, ഗോപാലപുരം കീഴടങ്ങട്ടെ, ഷെല്ലായിപുരം കീഴടങ്ങട്ടെ, വടക്കത്തിയൻപട്ടി കീഴടങ്ങട്ടെ, ബോഡി നായ്ക്കനൂർ കീഴടങ്ങട്ടെ, സമത്വപുരം കീഴടങ്ങട്ടെ, സിലമലൈ കീഴടങ്ങട്ടെ. 68, 60, 61. ആകയാൽ അവൻ ഷീലോവിലെ തിരുനിവാസവും താൻ മനുഷ്യരുടെ ഇടയിൽ അടിച്ചിരുന്ന കൂടാരവും ചേർന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു. തൻ്റെ ബലത്തെ പ്രവാസത്തിലും തൻ്റെ മഹത്വത്തെ ശത്രുവിൻ്റെ കയ്യിലും. ഒരാലയത്തെ ദൈവം ഉപേക്ഷിച്ചു. തൻ്റെ മഹത്വത്തെ ആർക്കും വിട്ടുകൊടുക്കുകയില്ലെന്ന് പറഞ്ഞ ദൈവം തൻ്റെ ബലത്തെ പ്രവാസത്തിലും തൻ്റെ മഹത്വത്തെ ശത്രുവിൻ്റെ കയ്യിലും എന്ത് ചെയ്തു? ഒരാലയത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതി ചെറുതല്ല, വലുതാണ്. വരിക, നമുക്ക് ഒരുമിച്ച് ഷീലോവിലെ ആലയത്തിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം. ഈ സന്ദേശം ഈ ആഴ്ചയെങ്കിലും നിങ്ങൾ മനസ്സിലൊന്ന് താലോലിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. ഇന്നിവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളും ഓരോ ആലയങ്ങളാണ്. അവൻ വാസം ചെയ്യുന്ന അവൻ്റെ മന്ദിരമാകയാൽ സ്തോത്രം. സങ്കീർത്തനത്തിൽ 78 പഴയ നിയമത്തിലെ ചില സംഭവങ്ങൾ പൊക്കിയെടുത്തുകൊണ്ട് സങ്കീർത്തനക്കാരൻ എഴുതി വെച്ചിരിക്കുന്ന കൂടെ എഴുതുകയാണ്. ഒരിക്കലും ഉപേക്ഷിക്കാത്ത അവൻ്റെ ആലയത്തെ അവൻ എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആകയാൽ അവൻ ഷീലോവിലെ തിരുനിവാസവും താൻ മനുഷ്യരുടെ ഇടയിൽ അടിച്ചിരുന്ന കൂടാരവും ഉപേക്ഷിച്ചു. എവിടെയാണ് ഷീലോവിലെ തിരുനിവാസം? വരിക, നമുക്ക് ഷീലോവിലെ തിരുനിവാസം തപ്പി പുറകിലേക്കൊന്ന് പോകാം. ജോഷുവയുടെ പുസ്തകം തുറന്നാട്ട് അവിടെ തുടങ്ങുകയാണ് ഷീലോവിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ പ്രവൃത്തി. ഇനി വായിക്കാൻ പോകുന്ന വാക്യം നിങ്ങളുടെ അകത്ത് തേജസ് തരുന്ന വാക്യമാണ്, നിങ്ങളുടെ അകത്ത് ആവേശം തരുന്നൊരു വാക്യമാണ്. ജോഷുവയുടെ പുസ്തകം 18-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാട്ടെ. അനന്തരം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ഷീലോവിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമന കൂടാരം നിർത്തി. ആമേൻ എന്ന് പറഞ്ഞ് ഷീലോവിലെ ആലയത്തിൻ്റെ ആരംഭ മുഖവുരകളാണ് ഇപ്പോൾ നാം വായിച്ചത്. അനന്തരം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവൻ ഒരുമിച്ച് എവിടെ കൂടി? ഷീലോവിൽ കൂടി. പാമ്പാടിയിൽ ഒരുമിച്ച് ദൈവമക്കൾ കൂടിയിരിക്കുന്നു. അന്ന് അവർ എവിടെ കൂടി? ഷീലോവിൽ കൂടി. അവിടെ യഹോവയുടെ തിരുനിവാസം, അവിടെ എഴുതിയിരിക്കുന്ന സമാഗമന കൂടാരം നിർത്തി. പറഞ്ഞേ, സമാഗമന കൂടാരം. ദൈവവും മനുഷ്യനും തമ്മിൽ സമമായി ആഗമിക്കുന്ന കൂടാരത്തിനാണ് എന്ത് പേര് പറയുന്നത്? സമാഗമന കൂടാരം, ടാബർനാക്കിൽ. ദൈവവും മനുഷ്യനും ഒരുമിച്ച് എന്ത് ചെയ്യുക? സമ്മേളിക്കുകയാണ്. അടുത്ത വരി ആ സമാഗമന കൂടാരം നിർത്തി. അടുത്ത വരി, ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു. ഒന്ന് പറഞ്ഞ്, ദേശം. ഒരാലയത്തിൻ്റെ അകത്തെ അധികാരം ഭയങ്കരമാണ്. ഒരാലയത്തിൻ്റെ അകത്തെ അഭിഷേകം ഭയങ്കരമാണ്. ഒരാലയത്തിൻ്റെ അകത്തെ തേജസ് ഭയങ്കരമാണ്. ഒരു ദേശം മുഴുവൻ പടർന്നു പന്തലിച്ചു നിന്ന ശക്തി ഒരാലയം നിവർത്തിയപ്പോൾ ആ ശക്തി കീഴടങ്ങിപ്പോയെന്ന് ബൈബിൾ പറയുന്നെങ്കിൽ ദൈവത്തിൻ്റെ മന്ദിരങ്ങളോടാണ് ഇന്ന് പകൽ ദൈവം ഇടപെടുന്നത്. അവൻ്റെ ആത്മാവിനെ വഹിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരങ്ങളുടെ മുമ്പിൽ ദേശം കീഴടങ്ങുന്ന ഒരു സമയമുണ്ടെന്ന് ഞാൻ പ്രവചിച്ചാൽ സ്വീകരിക്കാൻ കഴിയുന്ന ദൈവമക്കൾ ആമേൻ പറയുക. യെസ് 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 യെസ്. സ്തോത്രം 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 സ്തോത്രം. പാമ്പാടി ദേശത്ത് ദൈവം ഈ ആലയത്തെ സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ ആലയം മാത്രമല്ല പാമ്പാടിയിലുള്ളത്, പല ദൈവസഭകളുടെ ആലയങ്ങൾ പാമ്പാടിയിൽ ദൈവത്താൽ നട്ടിട്ടുണ്ട്. ഈ ആലയം നട്ടിട്ട് ഇത്ര നാളുകളെ ആയിട്ടുള്ളൂ. എൻ്റെ ജനനത്തിന് മുമ്പേ ഈ പാമ്പാടി ദേശത്ത് ആലയത്തിന് ദൈവം അസ്ഥിവാരമിട്ടിട്ടുണ്ട്. ആലയത്തിൻ്റെ പേരല്ല ദൈവത്തിന് വിഷയം. ആലയത്തിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയെ സ്വീകരിപ്പാൻ ഇതിൻ്റെ അകത്ത് ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ ആ സഭയെ കൊണ്ട് ദേശത്ത് ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുണ്ടെന്ന് അറിയുന്ന ദൈവമക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ നന്ദി പറ ദൈവത്തിന്. ദേശം കീഴടങ്ങി. നിങ്ങൾ തിരിച്ചറിയുക, പാമ്പാടി ദേശത്ത് ഭൂതങ്ങൾ വിറച്ചു മാറാൻ പോകുകയാ. പാമ്പാടി ദേശത്ത് ആഭിചാരങ്ങൾ പത്തി താഴ്ത്താൻ പോകുകയാ. പാമ്പാടി ദേശത്ത് മന്ത്രവാദികൾ പത്തി താഴ്ത്താൻ പോകുകയാ. മന്ത്രവാദത്തിന്റെ അടിത്തറകളെ ഇളക്കി മാറ്റി അന്ന് ഫറവോന്റെ അരമനയിൽ മുഴങ്ങിയ ദൈവശബ്ദം ഈ ദേശത്ത് മുഴങ്ങുകയാ. ആരാധനയ്ക്കായി എന്റെ ജനത്തെ വിട്ടയക്കാം.
Rabba Shandala Bakana. Rabba Shandala Rabakana. Rabba Shandala Bakana. Thank you, Lord. ദേശം കീഴടങ്ങട്ടെ. അത് പാലായിലാണെങ്കിലും പൊൻകുന്നത്താണെങ്കിലും കല്ലുപ്പാറയിലാണെങ്കിലും പത്തനാപുരത്താണെങ്കിലും കുമളയിലാണെങ്കിലും ഇടുക്കിയിലാണെങ്കിലും ദേശത്ത് അധിവസിക്കുന്ന പൈശാചിക മേഖല ദൈവസഭയുടെ മുമ്പിൽ തകർന്നു മാറട്ടെ. ഒരു മനുഷ്യനും ചെല്ലുവാൻ ഇഷ്ടപ്പെടാത്ത ഭയപ്പെടുത്തുന്ന പേടി സ്വപ്നമായ ദുർഭൂതങ്ങൾ നിലവിൽ നിന്നിരുന്ന ബെനിയാസ് അല്ലെങ്കിൽ ഫിലിപ്പിന്റെ കൈസരിയ എന്ന സ്ഥലത്തേക്ക് നസറായൻ, ഭയമില്ലാത്തവൻ, കണ്ടാൽ ആമേ സർവാംഗ സുന്ദരൻ, പക്ഷെ പിശാച് കണ്ടാൽ വിറച്ചു മാറത്തക്കവണ്ണ് ദൈവശക്തിയുള്ളവൻ നടന്നു ചെന്ന് താൻ ഡിക്ലെയർ ചെയ്തു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. Amara Tigers, hallelujah. Rabila Rabba Shandala Rabba Kana, Randala Rabba Shandala Rabba Kana, Harama Kaid Miriori Amasainas. ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു. ഞാൻ കൽപ്പിക്കുക, ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു. ഞാൻ ഡിക്ലെയർ ചെയ്യുക, ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു. മീനടത്തുനിന്ന് വരുന്നവരെല്ലാം ഈ ദൂത് ഏറ്റെടുക്കണം. ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു. മണർകാട് നിന്ന് വരുന്നവർ ഈ ദൂത് ഏറ്റെടുക്കണം. ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു. പുതുപ്പള്ളിയിൽ നിന്ന് വരുന്നവർ ഈ ദൂത് ഏറ്റെടുക്കണം. ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു. കങ്ങഴയിൽ നിന്ന് വരുന്നവർ ഈ ദൂത് ഏറ്റെടുക്കണം. ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു. കോട്ടയത്തു നിന്ന് വരുന്നവർ ഈ ദൂത് ഏറ്റെടുക്കണം. ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു. പാമ്പാടിയിലെ മുഴുവൻ ദൈവമക്കളും സ്വീകരിക്കണം. ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു. നീ സാധാരണക്കാരനല്ല, നീ സാധാരണക്കാരിയല്ല. നിന്റെ ബെഡ്റൂമിൽ വെളിപ്പെടുന്ന പ്രാർത്ഥനയിൽ ഒരു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. നിന്റെ ഹോളിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഒരു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു. ദൈവശക്തിയുടെ വ്യാപാരത്തിനായി സ്തോത്ര. മല്ലപ്പള്ളിയിൽ നിന്ന് വരുന്നവർ ഈ ദൂത് സ്വീകരിക്കണം. പൊൻകുന്നത്തു നിന്ന് വരുന്നവർ ഈ ദൂത് സ്വീകരിക്കണം. ദേശം കീഴടങ്ങാൻ പോകുകയാ. ദേശം കീഴടങ്ങാൻ പോകുകയാ. പാമ്പാടി ദൈവസഭയുടെ കണ്ണുനീരിന്റെ ഫലമായ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലേക്ക് ഞാൻ ഈ വചനം അയക്കുകയാ. ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു. ഉസിലമ്പെട്ടി കീഴടങ്ങട്ടെ. ചിന്നമണ്ണൂർ കീഴടങ്ങട്ടെ. ഉത്തപുരം കീഴടങ്ങട്ടെ. ഗോപാലപുരം കീഴടങ്ങട്ടെ. ഷെല്ലായിപുരം കീഴടങ്ങട്ടെ. വടക്കത്തിയൻപെട്ടി കീഴടങ്ങട്ടെ. ബോഡി നായ്ക്കനൂർ കീഴടങ്ങട്ടെ. സമത്വപുരം കീഴടങ്ങട്ടെ. സിലമലൈ കീഴടങ്ങട്ടെ. യരശ നായ്ക്കനൂർ കീഴടങ്ങട്ടെ. സഹോദരി, സഹോദര, ആത്മാവുള്ള സകലരോട് ഞാൻ കൈമാറുന്നു. നിന്നെ കീഴടക്കുക എന്നുള്ളതാ ദേശത്തിന്റെ ലക്ഷ്യം. നിന്നെ കീഴടക്കുക എന്നുള്ളതാ മനുഷ്യന്റെ ലക്ഷ്യം. നിന്നെ ഒതുക്കുക എന്നുള്ളതാ വ്യക്തികളുടെ ലക്ഷ്യം. നിന്റെ കുടുംബത്തിനും ബന്ധങ്ങൾക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും ലക്ഷ്യം നീ തലപൊക്കാതിരിക്കുക എന്നുള്ളതാ. പക്ഷെ നിന്റെ കൺമുമ്പിൽ വെച്ച് ദൈവമാവ് എഴുതി വെക്കുകയാ, ദേശം കീഴടങ്ങുന്നൊരു സമയ. Amara Tigers, Lamara Madajali, Amara Chandara Bakan. ദൈവസഭയെ അറിയണം. ഇന്ന് കേരളത്തിൽ, തമിഴ്നാട്ടിൽ, ഭാരതത്തിൽ, ലോകമെമ്പാടും ഒരു സഭയെ ദൈവം അടിസ്ഥാനം വിട്ടാൽ, പാമ്പാടിയിൽ ഈ സഭയെ ദൈവം ഇവിടെ അടിസ്ഥാനം വിട്ടു. എത്ര നാളേക്കാ? കാഹളം വരെ. ഇതിടയ്ക്ക് മാറ്റാനല്ല, കാഹളം വരെ. Am I right? Praise the Lord. ഈ ബിൽഡിങ്ങിൽ എത്ര നാൾ ആരാധന കാണുമെന്ന് എനിക്കറിയില്ല. സ്വന്തമായ ആലയം തരുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ആരാധന മാറ്റും. സ്ഥിരമായി ഇവിടെ അടിച്ചിരിക്കുന്ന കൂടാരമായത്. പ്രൈസ് ദി ലോർഡ്. ഇതിന് വംശനാശം വരികയില്ല. അതിനുള്ള ഇടപാടാ കാൽവറി കർത്താവ് വെച്ചിരിക്കുന്നത്. സന്തതിക്ക് വേണ്ടിയല്ല, സന്തതികൾക്ക് വേണ്ടിയാ രക്തം ചിന്തിയെ.
കാഹളം വരെയാണ് സഭയുടെ നിലനിൽപ്പ്. എന്നാൽ ഇപ്പൊ വായിച്ച വാക്യം അങ്ങനല്ല. തിരുനിവാസം നിർത്തി, സമാഗമന കൂടാരം പറഞ്ഞ് അത് ആജീവനാന്ത അവിടെ നിർത്തിയിരിക്കുകയല്ല. അതിന്റെ കാലാവധി മേഘമാ തീരുമാനിക്കുന്നത്. മേഘം വന്ന് മേളിൽ നിന്നു താഴെ നിർത്തി. മേഘം ചലിക്കുമ്പം പൊളിച്ചോണം. എത്ര ദിവസമുണ്ട് അവിടെ, എത്ര ആഴ്ചയുണ്ട് അവിടെ, എത്ര മാസമുണ്ട് അവിടെ എനിക്കറിയില്ല. ഒറ്റ ദിവസമേ ഉള്ളതിലും ദേശം കീഴടങ്ങിയിരിക്കും. ഒറ്റ ദിവസമേ ആലയുള്ളതിലും ദേശം കീഴടങ്ങിയിരിക്കും. സത്യത്തിൽ മോശയൊക്കെ സമ്മതിക്കണം അല്ലേ? മോശയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലം, ഇപ്പം നമുക്ക് ആരെങ്കിലും സ്ഥലം തന്നാൽ നമ്മളോട് അടിക്കാൻ വെയിറ്റ് ചെയ്യുക. ഒരാൾ പറയാം, പാസ്റ്റർ ഒരു 50 സെൻറ്റ് സ്ഥലം സഭയ്ക്ക് അടിക്കാൻ തന്നേക്കാന്ന് പറഞ്ഞാൽ ചാടി വീടും നമ്മൾ. അവിടെ അങ്ങനെ മനുഷ്യൻ കൊടുത്തിട്ടൊന്നും വേണ്ട. ആകെ മനുഷ്യൻ കൊടുത്തത് മേടിച്ചതൊരു സെമിത്തേരിയാണ്. ആല എവിടെ ഇടുന്ന തീരുമാനിക്കുന്നത് മോശയല്ല, ദാദാനല്ല, അഭിരാമല്ല, മോശയുടെ ഭാര്യയല്ല, മോശയുടെ അമ്മായിയപ്പനല്ല. മേഘം മേളി വന്ന് നിൽക്കുമ്പോൾ താഴെ എവിടെയാണെങ്കിലും അടിച്ചോണം. എന്നിട്ട് ജനമെല്ലാം താമസിക്കുന്ന അവർക്ക് ഇഷ്ടമുള്ളിടത്തല്ല. ഇന്ന് നമ്മൾ സാധ്യതയുള്ള സ്ഥലം നോക്കിയാണ് വീട് വെക്കുന്നത്. അവിടെ ഇഷ്ടമുള്ളിടത്ത് താമസിക്കാൻ പറ്റിയ എല്ലാവരും ആലയത്തെ ചുറ്റിപ്പറ്റിയാണ് താമസിക്കുന്നത്. ആലയത്തെ ചുറ്റിപ്പറ്റിയാ പാർക്കുന്നത്. ഇഷ്ടമുള്ളിടത്തല്ല താമസിക്കുന്ന മുഴുവൻ. എവിടാന്നറിയാമോ? താമസം മുഴുവൻ ആലയത്തെ ചുറ്റിപ്പറ്റിയാ. പറയുന്നേ ആമേ. ആലയത്തെ ചുറ്റിപ്പറ്റി പാർത്താനുള്ള ഗുണം എന്നാണെന്നറിയോ? ആ സാന്നിധ്യത്തിന്റെ കവറിങ്ങിലായിരിക്കും മുഴുവൻ. സാന്നിധ്യത്തിന്റെ കവറിങ്ങിലാണ് നീ. അങ്ങനെ താമസമുള്ള ഗുണം എന്നാന്നറിയോ? കുടിവെള്ളം മുട്ടുകയില്ല, മന്നായ്ക്ക് കുറവ് വരികയില്ല, ഒന്നിനും കുറവില്ല. വസ്ത്രത്തിന്റെ കാര്യം പറഞ്ഞ് ടെൻഷനില്ല, ചെരുപ്പിന്റെ കാര്യം പറഞ്ഞ് ടെൻഷനില്ല. നോ ടെൻഷൻ. എന്താ മിണ്ടാത്തെ? ടെൻഷൻ വരുമ്പോഴേ ഓർത്തോണം, നീ ആലയത്തിൽ നിന്ന് എന്ത് ചെയ്തു? അകലം പാലിച്ചു. ആലയത്തിൽ നിന്ന് അകലം പാലിച്ചപ്പോ ഗ്യാപ്പ് ഒത്തിരിയായി, സാന്നിധ്യത്തിൽ നിന്ന് മാറി. പക്ഷെ ഭക്തനാകുന്ന ദാവീദ് ഒരിക്കൽ പാടി, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം അപേക്ഷിച്ചു, അപേക്ഷിച്ച ആ ഒരു കാര്യം തന്നെ ഞാൻ ആഗ്രഹിച്ചു. എന്താണ് ഒരു കാര്യം? അവൻ്റെ മനോഹരത്വം. പിന്നെ അവൻ്റെ മനോഹരത്വം കാണാനും എന്നതിനെ എഴുതിയേക്കുന്നത്. അവൻ്റെ മനോഹരത്വം കാണണം എന്നെഴുതിയാൽ പോരായിരുന്നോ? കാണാനും അവൻ്റെ ആലയത്തിൽ പാർക്കേണ്ടതിനും. സ്തോത്രം, സ്തോത്രം. ഈ ഒരാഗ്രഹം ദൈവത്തോടൊന്ന് തീരുമാനത്തിൽ ഉറപ്പിച്ചൊന്ന് പാർക്കാൻ തയ്യാറായിക്കേ, ഒന്നിനും മുട്ടുവരികയില്ല. നീ അവനോട് അകലം പാലിക്കുമ്പോൾ ആ ഗ്യാപ്പ് വലുതായിരിക്കും. സാന്നിധ്യത്തിൽ നിന്ന് നീ മാറും. അതുകൊണ്ട് ആത്മാവുള്ള ദൈവമക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ എത്ര ഒരു സന്തോഷവും സാന്നിധ്യവും എന്നറിയാം. അത് തിരിച്ചറിയുന്ന എത്ര പേര് ഇതിൻ്റെ അകത്ത്? ആത്മാവുള്ള ദൈവമക്കൾ ഒരുമിച്ച് ചേരുമ്പം ഒരു സന്തോഷമാണ്. പറഞ്ഞേ ആമേ. സംഗീതം 23 ദാവീദ് എഴുതിയ സങ്കീർത്തനമുള്ള സംഗീതം 23 യഹോവൻ്റെ. അപ്പം ഒത്തിരി അനുഗ്രഹങ്ങളാണ്, മുഴുവൻ അനുഗ്രഹങ്ങളാണ്. 10-15 ബ്ലെസ്സിങ്സ് അതിൻ്റെ അകത്തുണ്ട് ഇല്ലേ? ഇടയനാണവൻ, മുട്ടുവരുത്താതെ നടത്തുന്നവനാണ്, പച്ചയാണ്, പച്ചപ്പാണ്, അസ്വസ്ഥതയല്ല സ്വസ്ഥതയാണ്, പ്രാണൻ ചൂട് പിടിക്കുകയല്ല, പ്രാണൻ തണുക്കുകയാണ്, ഞെരുക്കമുള്ള പാതയല്ല നീതി പാതയാണ്, പിന്നെ ആശ്വസിപ്പിക്കുന്ന വടിയും കോലും, ശത്രുവിൻ്റെ മുമ്പിൽ മേശ, പാനപാത്രം നിറയും, പാനപാത്രം കവിയും, തലയിൽ എണ്ണ. സ്തോത്രം. എത്ര അനുഗ്രഹങ്ങളാണ്. ഇതിന് ഏറ്റവും അവസാനം എന്ത് എഴുതിയിരിക്കുന്നത്? യഹോവയുടെ ആലയത്തിൽ ഞാൻ. അപ്പോൾ ഇതെല്ലാം കൂടി തരുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ? ഇത് എടുത്തോണ്ട് വീട്ടിൽ പോകാൻ വേണ്ടിയല്ല. യഹോവയുടെ ആലയത്തിൽ പറഞ്ഞേ ദീർഘകാലം വസിപ്പാൻ. വീടിൻ്റെ അറ്റ്മോസ്ഫിയർ എന്താണെന്നൊക്കെ നമുക്കറിയാം. ഞാൻ പാർക്കുന്ന വീടിൻ്റെ അറ്റ്മോസ്ഫിയർ എനിക്കറിയാം, നിങ്ങൾ പാർക്കുന്ന വീടിൻ്റെ അറ്റ്മോസ്ഫിയർ നിങ്ങൾക്കറിയാം. ആണോ അല്ലയോ? അന്ന് കോരപുത്രന്മാർ താമസിക്കുന്ന വീടിൻ്റെ അറ്റ്മോസ്ഫിയർ അവർക്കും അറിയാം.
അവസാനം കടിച്ചു പിടിച്ചെഴുതി, എൻ്റെ തമ്പുരാനെ ആലയത്തിൻ്റെ ഒരു ഗേറ്റ് കീപ്പറായിട്ടെങ്കിലും എന്നെ ഒന്ന് നിയോഗിക്കുകയായിരുന്നെങ്കിൽ. നിന്റെ ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക്. അവരാ പാടിയേ, യഹോവേ തിരുനിവാസം എത്ര മനോഹരം, എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച്. യഹോവയുടെ പ്രാകാരങ്ങളെ പറഞ്ഞേ, ഈ പ്രാകാരത്തെ വാഞ്ചിച്ച് മോഹിക്കുന്നെങ്കിൽ ആ ശെക്കേന ഇറങ്ങുന്ന സ്ഥലത്തിൻ്റെ ആഴം എത്ര വലിയതായിരിക്കും. ആലയത്തിൽ നിന്ന് 6 ലക്ഷം ജനത്തെ മൂടിയ ദൈവ സാന്നിധ്യം അന്ന് ദൈവം പകർന്നെങ്കിൽ ഇന്ന് അവനെ വഹിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങൾ എന്നോട് ചേർന്ന് വലങ്കരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് അവൻ്റെ സാന്നിധ്യത്തെ ഒന്ന് റിസീവ് ചെയ്താട്ടെ. Thank you, Holy Spirit of God. Thank you, Jesus. Thank you for your presence, Lord. അക്കരം മാക്സിമം സ്വർഗത്തിലേക്ക് ഉയർത്തി. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നിന്നെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള വഴികൾ ഈ കരം ഇപ്പോൾ ഉയർന്ന വീടിൻ്റെ മുകളിൽ ചെല്ലട്ടെ. ഈ കരം ഉയർന്നുയർന്ന് പാമ്പാടി ദേശത്ത് ചെല്ലട്ടെ. നിന്റെ മിനിസ്ട്രിയെ തടുക്കാൻ നോക്കി കാത്തു നിൽക്കുന്ന പൈശാചിക കോട്ടയ്ക്ക് മീതെ നിന്റെ കരം ഇപ്പോൾ ചെല്ലട്ടെ. നിന്റെ ഫിനാൻഷ്യൽ മേഖലയെ തടുക്കാൻ നോക്കി നിൽക്കുന്ന തടസ്സങ്ങളുടെ മീതെ നിന്റെ വലങ്കരം ഇന്ന് രാവിലെ ചെല്ലട്ടെ. ശബ്ദം ഉയർത്തി അന്യഭാഷ പറഞ്ഞേ. നിത്യരാജാവിവൻ ഓർക്കുകിൽ സർവ സൃഷ്ടികേലും സ്തുതിക്കുന്ന യഹോവ, സൃഷ്ടികേലും സ്തുതിക്കുന്ന യഹോവ. വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ. ഓ പുല്ലിനു തുല്യമി ജീവിതം വയലിൽ, പുല്ലിനു തുല്യമി ജീവിതം. പൂവെന്ന പോലിത് പൂക്കുന്നതുലവിൽ, പൂവെന്ന പോലിത് പൂക്കുന്നതുലവിൽ. प्रभु का कर धन्यवाद है मेरे मन, प्रभु का कर धन्यवाद, प्रभु का कर धन्यवाद है मेरे मन, प्रभु का कर धन्यवाद. Come on, प्रभु का कर धन्यवाद है मेरे मन, प्रभु का कर. हो रचाने राजीवन रे, हो रचाने रे मान रे, हम सारी ने मधुराजमानी राजने. हो रचाना रे मान रे, हो साधी रे आदला रचाना राज. ദേശം കീഴടങ്ങട്ടെ, ദേശം കീഴടങ്ങട്ടെ. അടച്ചു വെക്കാൻ ശ്രമിക്കുന്ന സ്നാനജലത്തിൻ്റെ വാതിൽ വലിച്ചു തുറന്നുകൊണ്ട് പാമ്പാടി ദേശത്തിൻ്റെ 4 ദിക്കിൽ നിന്നും ആത്മാക്കളെ ഓടിച്ചു കൊണ്ടുവന്ന് ദൈവരാജ്യത്തിലേക്ക് വലിച്ചെറിയുന്ന അഭിഷേകത്തിൻ്റെ ശക്തി ആലയത്തിൽ വ്യാപരിക്കട്ടെ. ദേശം കീഴടങ്ങട്ടെ. ശീലോവിലെ ആലയം നിർത്തി ദേശം കീഴടങ്ങി, ശീലോവിലെ ആലയം നിർത്തി ദേശം കീഴടങ്ങി. ദേശം കീഴടങ്ങട്ടെ, ദേശം കീഴടങ്ങട്ടെ, ദേശം കീഴടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തെ ദേശം കീഴടങ്ങട്ടെ, ദേശം കീഴടങ്ങട്ടെ, ദേശം കീഴടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തെ, യേശുവിൻ്റെ നാമത്തെ ഇപ്പോൾ തന്നെ പിതാവേ, യേശുവിൻ്റെ നാമം ചൊല്ലി പാമ്പാടി ദേശത്തിൻ്റെ കെട്ട് ഞങ്ങൾ അഴിക്കുക.
ദൈവസഭ ഈ പാമ്പാടിയിൽ ഉറയ്ക്കുകയാണ്. ഇതിനെ പറിക്കാൻ പിശാച് നിനക്ക് കഴിയില്ല. പാറമേൽ അടിത്തറയിട്ട് പണിത വീട്ടുടയവനെ പോലെ കൊടുങ്കാറ്റിനോ പേമാരിക്കോ തകർക്കാൻ കഴിയാത്ത നിലയിൽ ദൈവസഭയുടെ അസ്ഥിവാര ഇന്ന് പകൽ ഇവിടെ ഉറയ്ക്കട്ടെ. നീ പാർക്കുന്ന ദേശ നീ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാ. ആ ദേശത്തു നിന്ന് നിന്നെ പറിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആഭിചാര മന്ത്രവാദ ശക്തികളുടെ മുമ്പിൽ ആ ദേശത്ത് ദൈവം നിന്നെ ഉറപ്പിക്കുക. ആ ദേശത്ത് ദൈവം അടിത്തറയിട്ട് പണിയ. ആ ദേശത്തെ പൈശാചിക മേഖലയോട് ഇന്ന് പകൽ നീ ഗർജിക്കുക. അഭിഷേകത്തോടെ ഡിക്ലെയർ ചെയ്ത് ഒന്നും എനിക്ക് ദോഷം വരുത്തുകയില്ല. എന്റെ കുടുംബത്തെ തകർക്കാൻ നോക്കിയ ദേശമേ, എന്റെ ജീവിതത്തെ തല്ലി ഒതുക്കാൻ നോക്കിയ ദേശമേ, എന്റെ മിനിസ്ട്രിയെ കൂച്ചു വിലങ്ങിടാൻ നോക്കിയ ദേശമേ, ഇന്ന് പകൽ യേശുവിന്റെ നാമത്തെ ഈ ദേശത്ത് ഞാൻ ജയിക്കുകയാ. ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകും. ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോക. ഈ സഭയിലെ ദൈവമക്കൾക്ക് ഞാനിത് കൈമാറുകയാ. അവൻ ഒരു വഴി നിനക്കെതിരെ വരൂ, അവൻ 7 വഴിയായി ഓടിപ്പോകും. എന്നാൽ ഷീലോവിലെ ആലയത്തിൻ്റെ മുമ്പോട്ടുള്ള യാത്രയിൽ സംഭവിച്ച ഒരു സംഭവം നിങ്ങളുടെ ഹൃദയം തകർക്കുന്നതാണ്. അതും കൂടി പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരട്ടെ. ദേശം കീഴടങ്ങിയിരുന്ന ഷീലോവിലെ ആലയം അത് ജോഷുവയുടെ പുസ്തകം. എന്നാൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകം അതും 18-ാം അധ്യായം തന്നെ. ജോഷുവ 18:1 നാം വായിച്ചു. ഇത് ന്യായാധിപന്മാർ 18-ന്റെ അവസാനത്തെ വാക്യം, 31-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ ആലയം ഷീലോവിലായിരുന്ന കാലത്ത് ഒക്കെയും മീഖാവ് തീർപ്പിച്ച വിഗ്രഹം നിങ്ങൾ നോക്കിക്കേ. ദേശം കീഴടങ്ങിയിരുന്നു എന്ന് പറഞ്ഞ ഷീലോവിലെ ആലയത്തിൽ അവസ്ഥകൾ മാറി. അകത്ത് കയറിക്കൂടാൻ കഴിയാത്ത പലതും ആലയത്തിൻ്റെ അകത്ത് സ്ഥാനമുറപ്പിച്ചു. ബൈബിൾ പറയുന്നു, ദൈവത്തിൻ്റെ ആലയം ഷീലോവിലായിരുന്ന കാലത്തൊക്കെയും മീഖാവ് തീർപ്പിച്ച വിഗ്രഹം അവർ വെച്ച് എന്ത് ചെയ്തു? സങ്കടകരമായിപ്പോയി. പൂജിക്കാൻ ഇതുപോലെ നല്ലൊരു നാമം വേറെ ഇല്ലല്ലോ. പിന്നെന്തിനാ മറ്റൊന്നിനെ കൊണ്ടുവന്ന് നാട്ടി പൂജിക്കേണ്ട ആവശ്യമുണ്ടോ? അതല്ലല്ലോ ഷീലോവിലെ ആലയത്തിൻ്റെ ആരംഭം. തീപാറുന്നൊരാരംഭമല്ലായിരുന്നു. ദേശം പേടിച്ചു പോയൊരാരംഭമല്ലായിരുന്നു. അകത്തേക്ക് വരാൻ യാതൊരു സാധ്യതയും ഇല്ലാതിരുന്ന പലതിനും അകത്ത് സ്ഥാനം കൊടുത്തപ്പോൾ തേജസ് പുറത്തു പോകാതിരിക്കില്ല. രണ്ടും കൂടി ബാലൻസ്ഡ് അല്ല. മീഖാവിൻ്റെ വിഗ്രഹവും ദൈവത്തിൻ്റെ തേജസ്സും തമ്മിൽ ബാലൻസ്ഡ് അല്ല. ഒന്നുകിൽ മീഖാവിൻ്റെ വിഗ്രഹം, അല്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ ഷെക്കൈന. ചേർന്ന് പറഞ്ഞേ ആമേ. ജോഷുവയുടെ പുസ്തകത്തിൽ ആരംഭം കുറിച്ച കാലത്ത് ആവേശം ഭയങ്കരമായിരുന്നു. അഗ്നിസ്ഫോടനം പോലെ ദേശം ഭയപ്പെട്ടിരുന്ന സമയങ്ങൾ. പക്ഷേ ന്യായാധിപന്മാരുടെ കാലം, ന്യായാധിപന്മാരുടെ പുസ്തകം വായിച്ചാൽ 1-ലധികം ന്യായാധിപന്മാരെ ദൈവം അവർക്ക് കൈമാറിയിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. ശ്രദ്ധിക്കൂ, ഒരു ലീഡർഷിപ്പ് ഇല്ലാതെ ഒരിക്കലും ഒരു സഭയ്ക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല. അന്നും ഇന്നും എന്നും അങ്ങനെയാണ്. എന്നാൽ ന്യായാധിപന്മാരുടെ കാലത്ത്, ന്യായാധിപന്മാരുടെ പുസ്തകം 18-ാം അധ്യായം വായിക്കുമ്പോൾ വേദനാജനകമാകുന്നൊരു വാർത്ത, ആലയത്തിൻ്റെ അകത്ത് സ്ഥാനം പിടിച്ചു. ദൈവസന്നിധിയിൽ വന്ന ദൈവമക്കൾക്ക് കൈമാറട്ടെ, നാമും ദൈവത്തിൻ്റെ ആലയമാണ്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവകൃപയിലേക്ക് വന്നപ്പോൾ ഈ ആലയം എത്ര പെർഫെക്റ്റ് ആയിരുന്നു. നമ്മുടെ മനസ്സ് എത്ര ഫ്രീ ആയിരുന്നു. നമ്മുടെ മനസ്സിൻ്റെ അകത്ത് അവനല്ലാതെ മറ്റാരുമില്ലായിരുന്നു. സ്തോത്രം. ആണ്ടുകൾക്ക് മുമ്പ് എൻ്റെ കൊച്ചുനാളിൽ ആത്മീയാത്രക്കാർ പുറത്തിറക്കിയ ഒരു ട്രാക്റ്റുണ്ട്, തമ്പിയുടെ ഹൃദയം. ഇവിടെ ഇരിക്കുന്ന പലരും അത് കണ്ടിട്ടില്ല, പലർക്കും അതുണ്ട്. ആ ട്രാക്റ്റ് കണ്ടിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞേ. സ്തോത്രം. അതൊരു ചെറിയ ബുക്ക്ലെറ്റാണ്, ചുമല കളറിലുള്ളൊരു ബുക്ക്ലെറ്റ്. ആമേൻ. ആ ട്രാക്റ്റിൻ്റെ പേരാണ് തമ്പിയുടെ ഹൃദയം. അതാരും വാങ്ങിപ്പോകും, ആരും വായിച്ചു പോകും. എന്ന് വെച്ചാൽ ആ ഹൃദയത്തിൻ്റെ അകത്തിരിക്കുന്ന കുറേ വസ്തുക്കളെ
അദ്ദേഹം എടുത്തു കാണിക്കുകയായിരുന്നു. അട്രാക്റ്റ് എന്ന് വെച്ചാൽ പലതും ഈ ഹൃദയത്തിലേക്ക് വന്ന് സ്ഥാനം പിടിക്കുക. അസൂയയുണ്ട്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും അറിയണമെന്ന് നിർബന്ധമില്ല. കാര്യം അസൂയ എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയില്ല, നിങ്ങളുടെ കുഴപ്പമല്ല, അത് അങ്ങനെയാണ്. സ്തോത്രം. അസൂയ, കുശുമ്പ്, വൈരാഗ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, പിണക്കം, ജാരശങ്ക, പക, കോപം, അതിൻ്റെ അടുത്ത ഗ്രേഡാണ് ക്രോധം. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാം കൂടി ഈ ഹൃദയത്തിലോട്ട് എന്ത് ചെയ്യുക, സ്ഥാനം പിടിച്ച് കയറി ഇങ്ങനെ ഹൃദയം ഫില്ലായിട്ടിരിക്കുമ്പോൾ തമ്പിയുടെ ഹൃദയത്തിൽ ആ പ്രാവ് പുറത്ത് ഇങ്ങനെ പറന്ന് നിൽക്കുക. കാര്യം അകത്തോട്ട് എങ്ങനെ വരാനാ? ഓൾറെഡി ഫയൽ മുഴുവൻ എന്ത് ചെയ്തു? ഫില്ലായി. സ്തോത്രം. രക്ഷിക്കപ്പെട്ട നാൾ ആ പ്രാവ് മാത്രമേ നമ്മുടെ അകത്തുണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം പുറത്താണ്. അപ്പോൾ അത് അകത്തോട്ട് ഇങ്ങനെ കയറി വരുമ്പോൾ ഇതെല്ലാം ഓരോ വഴി ഇങ്ങനെ ചാടി എന്ത് ചെയ്യുക, പുറത്തു. കാരണം ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റുകയില്ല. ദൈവകൃപയാൽ ഇതെല്ലാം ബാലൻസ് ചെയ്യാനുള്ളൊരു കൃപ. പ്രൈസ് ദി ലോർഡ്. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് അവൻ നമ്മെ തൊട്ടപ്പോൾ നമ്മുടെ ഹൃദയം എങ്ങനെയായിരുന്നു? അത്ര പ്യുവറായി, അത്ര പൂർണ്ണമായി അവൻ ഇഷ്ടപ്പെട്ട ആ നല്ല ഹൃദയം പോലെ തിരിച്ച് അവൻ്റെ കയ്യിലേക്കൊന്ന് കൊടുത്ത്, അപ്പാ ഈ തലമുറയിൽ ഇനിയൊരു ശേഷിപ്പുണ്ടെങ്കിൽ എന്നെയും കൂടി അങ്ങൊന്ന് ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞ് അവൻ്റെ മുമ്പിൽ ഒരു ശേഷിപ്പായിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ഫൈനൽ ടൈമാണിത്. ഇന്ന് പകൽ അവൻ്റെ കയ്യിലേക്ക് നീ തിരിച്ചു കൊടുക്കുക. അകത്തിരിക്കുന്നത് മുഴുവൻ പുറത്തു പോകട്ടെ, അകത്തവൻ്റെ തേജസ് ഒന്ന് നിറയട്ടെ. ഇനി വന്നേ, ഇതേ ആലയത്തിലാണ് മറ്റൊരു മകള് പ്രാർത്ഥിക്കാൻ പോകുന്നത്. വായിക്കാം. 1 ശമൂവേലിൻ്റെ പുസ്തകം. യോശുവ കഴിഞ്ഞു, ന്യായാധിപന്മാർ കഴിഞ്ഞു. ശമൂവേലിൻ്റെ പുസ്തകം, 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 3-ാം വാക്യം വായിച്ചേ. അവൻ ശീലോവിൽ സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിപ്പാനും അവന് യാഗം കഴിപ്പാനും ശീലോവിലേക്ക് പോക. ഏലിയുടെ 2 പുത്രന്മാരായി നിങ്ങൾ നോക്കിയേ, ശീലോവിലെ ആലയത്തെക്കുറിച്ച് ശമൂലിൻ്റെ കാലത്തിൽ, ശമൂലിൻ്റെ പുസ്തകത്തിൽ വായിക്കുകയാണ്. എൽക്കാനയും തൻ്റെ കുടുംബവും യാഗം കഴിക്കാൻ ആണ്ടുതോറും പോകുന്ന ആലയം ഏതായിരുന്നു? ശീലോ. ഈ സമയത്ത് ആ ശുശ്രൂഷ ആരായിരുന്നു അവിടെ ഏറ്റെടുത്തത്? മീഖാവിൻ്റെ കാലമല്ല, ഇത് ഏലിയുടെ കാലമാണ്. പുരോഹിതനാകുന്ന ഏലി ശുശ്രൂഷിച്ച ആലയമാണ് ഏത്? ശീലോവിലെ ആലയം. ഒന്ന് പറയാൻ ശ്രമിച്ചേ. വായിച്ച സങ്കീർത്തനത്തിലെ വാക്യം ഓർക്കുന്നുണ്ടോ? ആകയാൽ അവൻ ശീലോവിലെ തിരുനിവാസവും അവൻ ഉപേക്ഷിച്ചെന്നാണ് വായിക്കുന്നത്. പറഞ്ഞേ ആമേൻ. ജോഷുവയുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ തീ പിടിച്ചു നിന്നൊരു ആലയത്തെ മനസ്സോടെ ഉപേക്ഷിക്കാൻ അവൻ തീരുമാനിക്കണമെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് ഞാനീ പറയുന്നത്. ഏലിയുടെ കാലത്ത് ഈ ആലയം ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ നിയോഗിച്ചു. തനിക്ക് 2 ആൺകുഞ്ഞുങ്ങളുണ്ട്, ഒന്ന് ഹൊഫ്നിയും പിന്നെ ഫിനെഹാസും. ഈ ആലയത്തിൽ അദ്ദേഹം ശുശ്രൂഷിക്കാൻ വന്നു. എനിക്ക് തോന്നുന്നു കുറേ നാളുകൾ അദ്ദേഹം അവിടെ ശുശ്രൂഷിച്ച് കാണാം. ശുശ്രൂഷയുടെ സമാപന സമയങ്ങളൊക്കെയാണ് ഇപ്പോൾ നാം വായിക്കുന്ന അധ്യായങ്ങളിൽ കാണുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ സമയത്തെ ഏലിയുടെ ആത്മീക പശ്ചാത്തലങ്ങൾ ബൈബിൾ പറയുന്നുണ്ട്. വളരെ വളരെ പൂവറായിട്ടുള്ള, ശോചനീയകരമായിട്ടുള്ള ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറാണ് ഏലിയുടെ മേഖലയിൽ ഉള്ളത് എന്ന് ദൈവവചനം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഈ ആലയത്തിലേക്കാണ് മക്കളില്ലാതിരുന്ന ഹന്ന എന്ത് ചെയ്യാൻ പോകുന്നത്? പ്രാർത്ഥിക്കാൻ പോകുന്നു. ഓടിച്ചെല്ലുന്നു, അവിടെ നെടുമ്പാട് വീണ് ദൈവസന്നിധിയിൽ കരയുന്നു. അപ്പാ, എനിക്കൊരു കൊച്ചിനെ തന്നാൽ ഞാൻ നിനക്ക് തരാം. ഹല്ലേലൂയ. മറ്റൊന്നും ഇവള് പ്രാർത്ഥിക്കുന്നില്ല, എനിക്ക് ഇങ്ങോട്ട് തന്നാൽ ഞാൻ നിനക്ക് അങ്ങോട്ട് തരാം. ദൈവത്തിന് കിട്ടുന്ന കാര്യത്തിൽ ഇന്ന് വരെ ദൈവം പിശുക്ക് കാണിച്ചിട്ടില്ല. കൊടുക്കാൻ തയ്യാറായോ? തിരിച്ചു തരാൻ അവൻ തയ്യാറാ. ആറാ ചേർന്ന് ആമേൻ. പിന്നെ നമ്മൾ തീരുമാനിക്കും, കിട്ടിയ ഒട്ട് കൊടുക്കത്തുമില്ല എന്നും പറഞ്ഞ് തമ്പുരാൻ എടുക്കത്തുമില്ല. സ്തോത്രം. പറയുന്നേ ആമേൻ. ഇതേ ശീലോവിലെ ആലയത്തിൽ ഏലി ശുശ്രൂഷിക്കുക. ആ സമയത്ത് വചനം വളരെ ദുർലഭമാണ്, ദർശനം ഏറെയില്ല, ഇതിനൊന്നും പുള്ളിക്ക് സമയവും ഇല്ല. എന്നാൽ ഈ ആലയത്തിൽ നിങ്ങൾ മാറിയല്ലോ. പുള്ളി എൻട്രൻസ് ഇരിപ്പുണ്ട്, ഒരു കൊരണ്ടിയൊക്കെ ഇട്ട്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ് മാറിയില്ലേ? മാറിയില്ല. ഈ ഒരു ശൈലിയിലാണ് ഏലി ഇപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നത്? ശുശ്രൂഷിക്കുന്നത്. അവിടെ നല്ലൊരു യാഗം നടക്കുന്നില്ല. യാഗം നടക്കുന്നുണ്ട്, ദൈവപ്രസാദം ലഭ്യമാവുന്നില്ല. കാര്യം എന്താണെന്നറിയാമോ? 2 അച്ചാച്ചന്മാർ അവിടെ വളർന്നു വരുന്നുണ്ട്. ഒരുത്തൻ്റെ പേര് ഹോഫ്നി, മറ്റൊരുവൻ്റെ പേര് ഫിനെഹാസ്. പാവപ്പെട്ട ദൈവമക്കൾ യാഗാർപ്പണത്തിന് വേണ്ടി യാഗമൃഗവുമായിട്ട് വരുമ്പോൾ ആ വിറകിൻ്റെ മീതെ ദഹിപ്പിക്കാൻ വേണ്ടി നല്ലത് കണ്ണമായി നുറുക്കി അങ്ങോട്ട് വെക്കുമ്പോൾ ഇവർ മുപ്പല്ലി കൊണ്ട് കൊത്തി തിരിച്ചിങ്ങോട്ട് വലിക്കും. അപ്പം നീ കുറേ നാളായിട്ട് യാഗമൊക്കെ ശ്വസിക്കുകയല്ലേ, കുറച്ച് ഞങ്ങളും കൂടി അനുഭവിക്കട്ടെ. നിനക്ക് കൊത്തി വലിച്ച് തിന്നാനല്ല,
പാവപ്പെട്ടവൻ യാഗമർപ്പിക്കാൻ വരുന്നേ. ഇത് ദൈവത്തിന് ദഹനയാഗമായി, ദൈവത്തിന് ഹോമയാഗമായി, ദൈവത്തിന് പാപയാഗമായി. ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്ര. ആ പുക ഉയർന്നുയർന്നുയർന്ന് സ്വർഗസീമകളിൽ ഇരിക്കുന്നവൻ ആ പുകയിൽ ചവിട്ടിയിറങ്ങി തേജസാലയത്തിൽ ആമേൻ ഇറക്കി ആരാധനക്കാരനെ ആശീർവദിച്ചു വിടാനാ അവൻ ആരാധനയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നേ. ഇന്ന് രാവിലെ സഭായോഗത്തിൽ ആരാധനയ്ക്ക് വന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. ചേർത്ത് പറയൂ ആമേൻ. ആദ്യം ഹന്നായെ അവൻ പരിഹസിക്കുന്നുണ്ട്, പിന്നീട് അവൻ പറയുന്നുണ്ട് ദൈവം നിനക്ക് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നൽകട്ടെ. ബോധമില്ലാത്തത് കൊണ്ടല്ല, കാലപ്പഴക്കം കൊണ്ട് ശുശ്രൂഷയുടെ പാരമ്പര്യം ഒത്തിരി അദ്ദേഹത്തിനുണ്ട്. കൈകൂപ്പി ഞാൻ കൈമാറട്ടെ. മിനിസ്ട്രിയിലോ ആത്മീയത്തിലോ എത്ര പാരമ്പര്യമുണ്ടെങ്കിലും കയ്യിൽ വെച്ചാൽ മതി, ദൈവസന്നിധിയിൽ അത് വിലപ്പോകില്ല. ആവർത്തിക്കുന്നു, മിനിസ്ട്രിയിലോ ആത്മീയത്തിലോ എത്ര പാരമ്പര്യമുണ്ടെങ്കിലും കയ്യിൽ വെച്ചാൽ മതി, ദൈവസന്നിധിയിൽ അത് വിലപ്പോകില്ല. ദൈവസന്നിധിയിൽ തിരിഞ്ഞ് ശിശുവിനെ പോലെയാകാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയില്ലെന്ന് യേശു തമ്പുരാൻ പറഞ്ഞ വാക്കിൻ്റെ ആഴമറിയുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ വന്നു ദൈവസന്നിധിയിൽ, അവൾ ഹൃദയം പകരുക. ചുണ്ട് അനങ്ങുന്നു എന്നുള്ളതല്ലാതെ ശബ്ദം പുറത്ത് കേൾപ്പാൻ ഇല്ല. അവസാനം എൻ്റെ പരിഹാസമെല്ലാം ഉണ്ട് എങ്കിലും ദൈവം പ്രാർത്ഥന കേട്ടു. പിന്നെ ഹന്നായുടെ മുഖം ഇനി ഞാൻ നിങ്ങൾക്ക് കൈമാറാം. 18-ാം അധ്യായം ജോഷുവായിൽ തീ പിടിച്ച ആലയമാണ് ശീലോവിലെ. കാലത്തിൻ്റെ മുമ്പോട്ടുള്ള കുത്തൊടുക്കിൽ ഒത്തിരി കാര്യങ്ങൾ അകത്ത് സ്ഥാനം പിടിച്ചു. ഇന്ന് ദർശനമില്ലാത്തൊരു പുരോഹിതൻ ആലയത്തിൽ വന്നു, പക്ഷേ പ്രാർത്ഥിക്കുന്ന ഹന്നയ്ക്ക് മറുപടിയുണ്ട്. ആലയത്തിൽ ആര് വരും പോകും, ഏലിയുണ്ടോ, ഹൊഫ്നിയുണ്ടോ, ഫീനഹാസ് ഉണ്ടോ, ഇതൊന്നും തമ്പുരാന് വിഷയമല്ല. കരയാൻ ഒരാൾ തയ്യാറുണ്ടെങ്കിൽ പ്രവർത്തിക്കാൻ എൻ്റെ അപ്പൻ ശക്തനാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വീട്ടിലും കരയുന്ന ഹന്നാമാരുണ്ടെങ്കിൽ നിന്റെ വീടിൻ്റെ അകത്തൊരു ദൈവപ്രവൃത്തി യേശു ചെയ്യുകയാ. ബൈബിൾ പറയുന്നു ശമൂവേലിനെ കർത്താവ് കൊടുത്തു. ശമൂവേലുമായിട്ടൊരു വരവിഞ്ഞോട്ട് വരുന്നുണ്ട് ഹന്ന. നേരെ ആലയത്തിൽ വന്ന് പുരോഹിതൻ പുറത്തിരിക്കുക കണ്ടു. എന്താണ് ഹന്നെ? അല്ല, ഇത് തരാൻ വന്നതാണ്. ഏത്? ഇതിനായിട്ടല്ലോ ഞാൻ പ്രാർത്ഥിച്ചത് എന്ന് വെച്ചാൽ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് വന്ന് ഏലിയുടെ അടുക്കൽ കൊടുക്കാൻ നേരത്ത് പറയുക, ഇതിനായിട്ടല്ലോ ഞാൻ. നിങ്ങൾ ഇതുപോലെ ഒരു ദൈവപ്രവൃത്തി കാണാൻ പോവാ. എടുത്തങ്ങോട്ട് കാണിച്ചിട്ട് പറയും, ഇതിനാ ഞാൻ അന്ന് കരഞ്ഞില്ലേ, അന്ന് ആരാധിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് ആരാധിച്ചത് ഓർമ്മയുണ്ടോ? ഇതിനു വേണ്ടിയാ എന്ന് നിങ്ങൾക്ക് എടുത്ത് കാണിക്കത്തക്കവണ്ണം യേശുവിന്റെ നാമത്തിൽ എന്റെ കരം ഉയർത്തി ആ വചനം ഞാൻ ഇവിടെ പകരുകയാ. ദയവായി പ്രിയപ്പെട്ടവരെ, ഒരാലയങ്ങളെയും കുറ്റം പറയാതിരിക്കുന്ന ഏറ്റവും നല്ലത്. നമ്മൾ ഈ പറയുന്ന മേഖലയേക്കാൾ അപ്പുറമായി ഇതിൻ്റെ ഇടയ്ക്കെല്ലാം കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾ എല്ലായിടത്തും ഉണ്ട്. ദൈവം നോക്കുന്നത് കാശുള്ളവനുണ്ടോ, പ്രാപ്തിയുള്ളവനുണ്ടോ, ഇതൊന്നുമല്ല തമ്പുരാൻ നോക്കുന്നേ. ഹൃദയം തുറന്നു വെച്ച് അവനെ സ്വീകരിപ്പാൻ കണ്ണു നിറയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് ഓരോ ആലയങ്ങളെ അവൻ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാ. കണ്ണുനീർ കണ്ടാൽ കടന്നു പോകാത്ത അരുമനാഥൻ അന്ന് ഹന്നായുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തെങ്കിൽ അവൾ ആലയത്തിലേക്ക് നന്മയുമായി തിരിച്ചു വന്ന പോലെ ഇതേ ആലയത്തിലേക്ക് നന്മയുമായി തിരിച്ചു വരാൻ അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കുകയാ. കൊച്ചിനെ അങ്ങോട്ട് കയ്യിലേക്ക് കൊടുത്തു. ഏലി സ്വീകരിച്ചു. കുഞ്ഞ് വളർന്നു വരിക. ആരുടെ മുമ്പിലാണെന്നറിയോ? ഏലി പുരോഹിതൻ്റെ മുമ്പിൽ. കൊച്ചുനാളി വളരുക. കൊച്ചിനെ കണ്ടു വളരാനാണെങ്കിൽ 2 അച്ചാച്ചന്മാർ അവിടെ ഉണ്ട്. മൂത്തത് 2 എണ്ണം. ഒന്ന് ഹൊഫ്നിയും 2 ആത്മീകം തൊട്ട് തെറിക്കാത്ത 2 എണ്ണം. അപ്പം പുരോഹിതനാണെന്നൊന്നും അവർക്ക് എന്തല്ല, അവർക്ക് ആജീവനാന്തം പുരോഹിതനായിട്ടിരുന്നാൽ മതി. കാരണം അവർക്ക് നോൺ വെജ് കഴിക്കാൻ പറ്റിയ ചാൻസായത്. സ്തോത്രം. ബൈബിൾ പറയുന്നു
ശമൂവേൽ വളരും തോറും അവൻ ഏലിയുടെ മുമ്പിൽ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു. നീ അവരെ ഇവരെയും കണ്ടു പഠിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചേ. അവരുടെ ഇവരുടെയും കാര്യം പറഞ്ഞുകൊണ്ട് ആരും ഇങ്ങോട്ട് എത്തരുത്. പറയാൻ പറ്റിയ ഒരാൾ നിനക്കുണ്ട്, ഒരു തെറ്റും ചെയ്യാത്തവൻ. നമ്മുടെ തഞ്ചാവൂർ വില്യംസ് പാടിയൊരു പാട്ട്, ഒരു കുറ്റം കൂടെ ചെയ്യാതെ ഒരേ ഒരു ദൈവം അവർ യേശു മട്ടും താ. ഒരു കുറ്റം കൂടെ ചെയ്യാതെ ഒരേ ഒരു ദൈവം അവർ യേശു മട്ടും താ, അവർ യേശു മട്ടും താ, അവർ യേശു മട്ടും താ, അവർ യേശു മട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളിൽ ആർക്ക് എൻ്റെ പാപത്തെക്കുറിച്ച് എനിക്ക് ബോധം വരുത്താൻ കഴിയുമെന്ന് 2018 ആണ്ടുകൾക്ക് മുമ്പ് ഇന്നും അന്തരീക്ഷത്തിൽ ലയിക്കാതെ നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഒരൊറ്റ പുള്ളിക്കും അങ്ങേയറ്റം റോമൻ ഭരണകൂടത്തിനും ആൻസർ ചെയ്യാൻ കഴിയാതെ വിറച്ചു നിന്ന ഏക വിശുദ്ധൻ, ഏക പരിശുദ്ധൻ, അവർ യേശു മട്ടും താ, 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 അവർ യേശു മട്ടും. ഒരു കുറ്റം കൂടെ, ഒരു കുറ്റം കൂടെ, ഒരു കുറ്റം കൂടെ ചെയ്യാതെ ഒരേ ഒരു ദൈവം അവർ യേശു മട്ടും താ, അവർ യേശു മട്ടും താ, അവർ യേശു മട്ടും താ, അവർ യേശു മട്ടും താ. ഒരു കുറ്റം കൂടെ, ഒരു കുറ്റം കൂടെ, ഒരു കുറ്റം കൂടെ ചെയ്യാതെ ഒരേ ഒരു ദൈവം അവർ യേശു മട്ടും താ, അവർ യേശു മട്ടും താ, അവർ യേശു മട്ടും താ, അവർ യേശു മട്ടും, അവർ യേശു മട്ടും താ, അവർ യേശു മട്ടും. ഒരു കുറ്റം കൂടെ, ഒരു കുറ്റം കൂടെ ചെയ്യാതെ ഒരേ ഒരു ദൈവം അവർ യേശു മട്ടും താ, അവർ യേശു മട്ടും താ, അവർ യേശു മട്ടും താ, അവർ യേശു മട്ടും. ഹല്ലേലൂയ. ഇതിൻ്റെ ഇടയിൽ ഒരു ദൈവപുരുഷൻ ആലയത്തിൽ വന്നു. ഒരു ദൈവപുരുഷൻ, പേരെനിക്കറിയില്ല. എന്നിട്ട് ഏലിയോടൊരു ദൂത് പറഞ്ഞു. ദൂത് ഒരു വിശദീകരണമുള്ള ഒരു പാരഗ്രാഫാണ്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ആകത്തുക ഞാൻ പറയാം. നിന്നോട് പറഞ്ഞിരുന്നു ഗൃഹം മുഴുവനുമായി മിനിസ്ട്രിയിലുണ്ടായിരിക്കും, പക്ഷേ ഇപ്പം തമ്പുരാനെ മാറ്റി എഴുതേണ്ടതായിട്ട് വന്നിരിക്കുക. അതുകൊണ്ട് ശേഷിപ്പുണ്ടാകുകയില്ല. ഒറ്റ വാക്യാണ് ദൂത് പറയുന്നത്, എന്നെ മാനിക്കുന്നവനെ, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിതനായി മാറും. ഇങ്ങനെയാണ് മലയാള ബൈബിൾ. അപ്പോൾ നീ എന്നെ എന്ത് ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് നിന്നെ എന്ത് ചെയ്യാൻ പറ്റുകയില്ല. വ്യാഖ്യാനം വല്ലതും വേണോ? ഈ സഭയ്ക്ക് എന്തെങ്കിലും വ്യാഖ്യാനം വേണോ ആ വാക്യത്തിൻ്റെ? പറയൂ പ്രിയരെ. മാന്യത ഇല്ലെങ്കിൽ ഓർത്തോണം, നീ അവനെ മാനിക്കുന്നില്ല. നീ അവനെ മാനിച്ചാൽ അവൻ നിന്നെ മാനിക്കും. എന്നെ മാനിക്കുന്നവനെ, എന്നെ മാനിക്കുന്നവനെ, എന്നെ മാനിക്കുന്നവനെ, ഓ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഒരു മാന്യത ആ വാക്യത്തിൻ്റെ അകത്തുണ്ട് കേട്ടോ. എന്നെ മാനിക്കുന്നവനെ. എത്ര പേർക്ക് ദൈവത്തെ മാനിക്കാൻ കഴിയും? എത്ര കുടുംബങ്ങൾ അതിന് തയ്യാറാകും? എത്ര ഭർത്താക്കന്മാർ തയ്യാറാകും? എത്ര ഭാര്യമാർ തയ്യാറാകും? എത്ര യങ്സ്റ്റേഴ്സ് തയ്യാറാകും? എന്നെ മാനിക്കുന്നവരെ. നമുക്കവനെ മാനിക്കാം പ്രിയരെ. ഈ ആണ്ടിൽ മുഴുവൻ നമുക്കവനെ മാനിക്കാം. ഉயிருള്ള കാലം വരെ അവനെ മാനിക്കാം. യേശുവിനെ മാനിക്കാം, പിതാവിനെ മാനിക്കാം, എന്നെ മാനിക്കുന്നവരെ. ഉറപ്പാ പ്രിയരെ, ഉറപ്പാണ്, ഉറപ്പാണ്. നീ ഒരു സഭായോഗത്തിൽ ഓടിയെത്തി, നീ അവനെ മാനിച്ചതാ, സാംബാസിനെ മാനിച്ചതല്ല. നിങ്ങൾ മനസ്സോടെ ഒരു സഭായോഗത്തിന് നിങ്ങൾ പോകാതിരുന്നേ, അടുത്ത സഭായോഗത്തിന് പോകാതിരിക്കാനുള്ള ഇടപാട് പിശാച് ഒപ്പിച്ചു തരും. ഉറപ്പാണ്. സ്തോത്രം. ഇത് അവനെ മാനിക്കുന്നൊരു ഇടപാടാണ്. ഈ പുസ്തകം ഒന്ന് തുറന്ന് വായിക്കാൻ കാണിക്കുന്ന അവനെ മാനിക്കുന്ന ഇടപാടാണ്. അവനെ മാനിച്ചാലുണ്ടല്ലോ അവനും മാനിക്കും. എൻ്റെ കര ഉയർത്തി എൻ്റെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുക. 2018 അവൻ മാനിക്കുന്ന വർഷമാകണം.
എങ്കിൽ അവനെ മാനിക്കുന്ന ഒരു ദിവസം കൂടി ഇവിടെ വരികയാ. അവനെ മാനിക്കുന്നവർക്കായി സ്തോത്രം. ആലയത്തിൻ്റെ അവസ്ഥ ഭയങ്കര ശോചനീയകരമാണ്. ദർശനമില്ല, പിന്നെ വചനവും ഇല്ല. ഈ സമയത്ത് ആലയത്തിൽ എണ്ണയൊഴിക്കാനും ആരുമില്ല. ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ കൊണ്ടുവന്ന് വേണം വിളക്കിലൊഴിക്കാൻ. നിത്യം കത്തിക്കൊണ്ടിരിക്കാനാണ് വിളക്ക് വെച്ചേക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇടയ്ക്ക് കെട്ടുപോകുന്നുണ്ട്. ശമൂവേൽ വീട്ടിൽ കിടന്നല്ല ഉറങ്ങുന്നേ, ശമൂവേൽ ഉറങ്ങുന്നത് ആലയത്തിൽ കിടന്നാണ്. ആലയത്തിൽ വിളക്ക് കെടുന്നതിന് മുമ്പേ അവൻ ഓടിയെത്തുകയാണ്. അവന് മനസ്സിലായി അടുത്ത ശുശ്രൂഷയേക്കേണ്ടത് ഹൊഫ്നിയോ ഫീനെഹാസോ ആണ്. അവർക്കതിന് പറ്റാതെ വന്നതുകൊണ്ട് ജനിക്കാതിരുന്ന എന്നെ ജനിപ്പിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു ദർശനം എൻ്റെ അപ്പൻ്റെ ദർശനമല്ല, ഇതെൻ്റെ അമ്മയുടെ ദർശനമാ. ഇതിൻ്റെ പുറകിലെ ത്യാഗം എൻ്റെ അപ്പൻ്റെ അല്ല, എൻ്റെ അമ്മയുടെയാണ്. എൻ്റെ അമ്മയുടെ കരച്ചില. ആ മടിക്കകത്ത് ഞാൻ ജനിച്ചു വീണേ. ഇല്ലാത്ത എന്നെ ജനിപ്പിച്ചത് വീട്ടിൽ ഉറങ്ങാനല്ല, ആലയത്തിൽ അവന്റെ ശുശ്രൂഷ ചെയ്യാൻ എന്നെ അവൻ ജനിപ്പിച്ചതാകെ. കരയുന്ന ഹന്നമാരെ, ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് തലമുറ ഇല്ലാതെ പോകയില്ല. കരയുന്ന അമ്മമാരെ, ആലയത്തിലെ മിനിസ്ട്രിക്ക് തലമുറ ഇല്ലാതെ പോകയില്ല. ആലയത്തിന്റെ പുറത്തൊരു കൊരണ്ടി പോലെ ഒരു നാൽക്കാലിയിട്ട് ഇരിപ്പുറപ്പിച്ച ഏലി, ആലയത്തിന്റെ അകത്ത് വിളക്ക് കെടുന്നതിന് മുമ്പ് വീണ് കിടക്കുന്ന കൊച്ചു ബാലകൻ. അവൻ വെളിപ്പെടുന്നത് പുറത്തല്ല, അവൻ വെളിപ്പെടുന്നത് അകത്താണ്. അവൻ വെളിപ്പെടുന്നത് പുറത്താണ്. പിന്നെ തിരുനിവാസത്തിന്റെ ആവശ്യമുണ്ടോ? തിരുനിവാസം പണിതത് അവൻ എന്നേക്കും വാസിക്കാൻ വേണ്ടിയാകയാൽ പുറത്തൊരുത്തൻ ഇരിക്കുമ്പോൾ അകത്തൊരുത്തൻ കിടക്കുകയാ. എവിടെ? വിളക്ക് കെടുന്നതിന് മുമ്പ് ആലയത്തിൽ. തമ്പുരാൻ ഇറങ്ങി വന്നു, വിളിച്ചു, ശമൂവേലേ. അവൻ എഴുന്നേറ്റു, ഓടി പുറത്തേക്ക് ചെന്നു. ഏലി പുരോഹിതനോട് ചോദിച്ചു, എന്നെ വിളിച്ചു? ഉടനെ ഞാൻ പറഞ്ഞു, ഞാൻ വിളിച്ചില്ല, പോയി കിടന്നോളൂ. അവനോടി ആ വിളക്കിൻ്റെ അടിയിൽ പോയി കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ യഹോവ അവനെ വിളിച്ചു, ശമൂവേലേ. അവൻ എഴുന്നേറ്റ് ഓടി പുറത്തേക്ക് ചെന്നു. ഏലി പുരോഹിതനെ വിളിച്ചു, എന്നെ വിളിച്ചായിരുന്നോ? ഏലി പുരോഹിതൻ പറഞ്ഞു, ഞാൻ വിളിച്ചില്ല, പക്ഷേ എനിക്കൊരു ഓർമ്മ കിടപ്പുണ്ട്. പണ്ട് ഇതുപോലെ എന്നെ അവൻ വിളിച്ചതാ. കുറേ നാളായി ഞാൻ അവനെ വിട്ടു മാറി. ഇപ്പം അവൻ എന്നെ വിളിക്കാറില്ല. ഇനി നിന്നെ അവൻ വിളിച്ചാൽ എൻ്റെ അടുക്കിലേക്ക് ഓടി വരണ്ട. അവിടെ മുട്ടുമടക്കി പറയണം, അടിയൻ ഇതാ യഹോവേ, അടിയനോട് അരുളി ചെയ്യണം. ഇങ്ങനെ വിളിക്കുന്ന ഒരാളേ ഉള്ളൂ. അവൻ ഓടി വിളക്ക് കിടന്നതിന് മുമ്പ് പിന്നെയും പോയി കിടന്നു. അടുത്ത വരി, യഹോവ മുമ്പിലത്തെ പോലെ വന്നു നിന്നു, ശമൂവേലേ, ശമൂവേലേ എന്ന് വിളിച്ചു. ചാടി എഴുന്നേറ്റു, അടിയൻ ഇതാ, അടിയനോട് അരുളി ചെയ്യണമേ. ദൈവം പറയാനുള്ള ദൂത് മുഴുവൻ പറഞ്ഞു. രാവിലെ ആയപ്പോ ഏലി ചോദിച്ചു, ശമൂവേലേ, അവൻ പറഞ്ഞതൊന്നും മറച്ചു വെക്കരുത്, മൊത്തം പറയാൻ പറഞ്ഞു. ആ ബാലകൻ ദൂതറിയിക്കാൻ തുടങ്ങി. ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്. ഈ ചർച്ചിൻ്റെ അകത്തിരിക്കുന്ന കുറെ കുഞ്ഞുങ്ങളെ ദൈവം അഭിഷേകത്താൽ നിറച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ, ബാല്യക്കാരെ, ശിശുക്കളെ തമ്പുരാനൊന്ന് തൊട്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മുമ്പിലത്തെ പോലെ അവൻ വരാൻ പോകുകയാ.
മുമ്പിലത്തെ പോലെ അവൻ നിൽക്കാൻ പോകുകയാ. മുമ്പിലത്തെ പോലെ അവൻ വിളിക്കാൻ പോകുകയാ. നിന്റെ തലമുറയെ അവൻ വിളിക്കാൻ പോകുകയാ. ഏലി പുരോഹിതന്റെ മകന്റെ കുഞ്ഞിന്റെ ജനനം ആ സമയത്താ. ആ കുഞ്ഞ് ജനിക്കുമ്പോൾ പേരിട്ടപ്പോൾ ഇങ്ങനെ എഴുതി, മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് അവൻ ആ മകന് ഈഖാബോദ് എന്ന് പേരിട്ടു. മഹത്വം ഇസ്രായേലിൽ നിന്ന് എന്ത് ചെയ്തു? ഈ രണ്ട് ജനനം ശ്രദ്ധിക്കുക. ഒരുത്തൻ ഈഖാബോദ്, അവൻ്റെ പേരിൻ്റെ അർത്ഥം മഹത്വം പോയി. മറ്റൊരു ജനനം നടന്നിട്ടുണ്ട്. പോയ മഹത്വം തിരിച്ചു പിടിക്കാൻ ആലയത്തിൻ്റെ അകത്തൊരാൾ കിടക്കുകയാ. പക്വതയില്ല, പാകതയില്ല, പരിജ്ഞാനമില്ല. 10,000 ഈഖാബോദുമാർ ജനിച്ചാലും പാമ്പാടിയിൽ ഒരു ദൈവത്തിന്റെ മഹത്വം പിടിക്കാൻ ഒരു ശമൂവേൽ ജനിച്ചാൽ മഹത്വം തിരിച്ചു വരും. ഉപേക്ഷിക്കുകയല്ല. ആലയത്തെ ദൈവം ഉപേക്ഷിക്കില്ല. ആലയത്തെ ദൈവം ഉപേക്ഷിക്കില്ല. ആലയത്തെ ദൈവം ഉപേക്ഷിക്കില്ല. മഹത്വം തിരിച്ചു പിടിക്കാൻ പോകുകയാ. മഹത്വം തിരിച്ചു പിടിക്കാൻ പോകുകയാ. Come on. हमारा टाइगर्स राबा शामदाला बाखाना राबा शामदाला बाखाना बाथाला राबा शामदाना. Thank you Lord. നഷ്ടപ്പെട്ടു പോയി എന്ന് നീ ചിന്തിച്ച മേഖലകളെ തിരിച്ചു പിടിക്കാൻ സമയമായി. നിന്റെ കയ്യിൽ നിന്ന് കൈമോശം വന്നെന്ന് ചിന്തിച്ച മേഖലകളെ തിരിച്ചു പിടിക്കാൻ സമയമായി. നീ ഒരു ഈഖാബോദല്ല, നീ ഒരു ശമൂവേലാണ്. മഹത്വം തിരിച്ചു പിടിക്കാൻ, പാമ്പാടിയിലേക്ക് മഹത്വം തിരിച്ചിറക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കണ്ട ഒരു ഭക്തനാണ് നീ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കണ്ട ഒരു ഹന്നായാണ് നിങ്ങൾ. യേശുവിന്റെ നാമത്തെ, യേശുവിന്റെ നാമത്തെ ദൈവത്തിന്റെ തിരുനിവാസത്തിൽ അവന്റെ തേജസ് നിറയട്ടെ. ചലിക്കുന്നു, ചലിക്കുന്നു, ചലിക്കുന്നു. ഇടിവിൽ നിൽക്കാനൊരു ശമൂവേൽ, ദൈവശബ്ദം കേൾക്കാനൊരു ശമൂവേൽ. 10,000 ഏലിമാർ ദർശനമില്ലാതെ പോയതിന്റെ സ്ഥാനത്ത് ദൈവം ശമൂവേലേ നിന്നെ ഏൽപ്പിച്ച ഈ ദൗത്യ അവിശ്വസ്തനാകാതെ വിശ്വസ്തയോടെ നിൽക്കൂ. എഴുന്നേക്ക്, ചാടി എഴുന്നേക്ക് ദൈവസന്നിധി. ഈഖാബോദുമാരുടെ കൂട്ടമല്ല തിരുസഭ. ദൈവശബ്ദം കേൾക്കുന്ന ശമൂവേലുമാരുടെ ഗണമ ദൈവസഭ. 1000 ശമൂവേൽ വേണ്ട, ഒറ്റ ശമൂവേൽ വീണ് കിടക്കാൻ തയ്യാറുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കും ദൈവമഹത്വ. ആ മഹത്വം തിരിച്ചു വരും. അതുകൊണ്ടാണ് സങ്കീർത്തനം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അടുത്ത വാക്യം, അപ്പോൾ കർത്താവ് ഉറക്കുണർന്നവനെ പോലെയും വീഞ്ഞുകുടി ചട്ടകസിക്കുന്ന വീരനെ പോലെയും ഉണർന്നു. ഒറ്റയാൾ ഇടിവിൽ നിൽക്കാൻ, മഹത്വം പിടിക്കാൻ ദൈവ സാന്നിധ്യം. പറഞ്ഞേ സാന്നിധ്യം. ഞാൻ വിശ്വസിക്കുന്നു ഭാരതത്തിലെ ഇന്ത്യൻ സഭകൾക്ക് വേണ്ടി എൻ്റെ കർത്താവ് എഴുന്നേക്കാൻ പോകുക. ദൈവം എഴുന്നേൽക്കുന്നു. അവൻ്റെ ശത്രുക്കൾ, ദൈവം എഴുന്നേൽക്കുന്നു. അവൻ്റെ ശത്രുക്കൾ, ആ വാക്യം ശബ്ദം ഉയർത്തി പറ. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അപ്പാ റബശക റബശക റബശക. പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏക മനസ്സോടെ
ഏക ആത്മാവിൽ മഹത്വം ആലയത്തിൽ വെളിപ്പെടേണ്ടതിനായി കർത്താവേ, ഞങ്ങളുടെ കേൾവിക്കാരെ, ഈ ലൈവ് സ്ട്രീമിൽ ഞങ്ങളെ കാണുന്ന സകലരെയും ഈ വചനം ചൊല്ലി ഞാൻ ബ്ലസ് ചെയ്യുക. സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ദൈവമക്കളെ ഞാൻ ആമേൻ കർത്താവെ അനുഗ്രഹിക്കുക. സഭയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നവരെ ഞാൻ ബ്ലസ് ചെയ്യുക. പണം ചെലവഴിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുക. അതിനേക്കാൾ ഉപരി ദൈവസഭയ്ക്ക് വേണ്ടി കരയുന്നവരെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ തന്നെ ചേർന്ന് പറയാം ആമേൻ.